നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക്സിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അതുപോലെ തന്നെ +2 ലെവൽ മാക്രോ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു സെക്ഷൻ എല്ലാം പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, എക്കണോമിക്സിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് +2 മാക്രോ എക്കണോമിക്സിൽ നിന്നുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ്. കൂട്ടത്തിൽ തന്നെ +1 കൂടെ പഠിക്കണം. എപ്പോഴും ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എക്കണോമിക്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി +2 നോക്കുക. +2ൻ്റെ മാക്രോ എക്കണോമിക്സ് നോക്കുക. മിക്ക ക്വസ്റ്റ്യൻസും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. നമ്മൾ അതിൻ്റെ മിക്ക പാർട്സും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ചാനലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ക്ലാസ്സും കാണാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. ആഭ്യന്തര കറൻസിയും വിദേശ കറൻസിയും തമ്മിൽ പണരൂപത്തിലുള്ള വിനിമയ നിരക്കിനെ അറിയപ്പെടുന്നത് എന്താണ്? ആഭ്യന്തര കറൻസിയും, അതായത് ആഭ്യന്തര കറൻസി എന്താണ്? നമ്മുടെ രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറൻസി അല്ലേ? നമ്മുടെ രാജ്യത്തെ കറൻസിയും വിദേശ കറൻസിയും തമ്മിലുള്ള പണരൂപത്തിലുള്ള വിനിമയ നിരക്ക്. പണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കത്തില്ലേ? ആ ഒരു വിനിമയ നിരക്ക് അറിയപ്പെടുന്ന പേരെന്താണ്? നാമമാത്രമായ വിനിമയ നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? നാമമാത്രമായ വിനിമയ നിരക്ക് അഥവാ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് നമ്മുടെ കറൻസിയും വിദേശ കറൻസിയും തമ്മിൽ പണരൂപത്തിലുള്ള കൈമാറ്റത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായി വിനിമയം ചെയ്യുന്ന നിരക്കിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്ചേഞ്ച് റേറ്റ് അഥവാ വിനിമയ നിരക്ക് എന്ന് വിളിക്കും. ഒന്നുകൂടെ, ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന നിരക്കിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ വിനിമയ നിരക്ക്. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കറൻസികൾ തമ്മിൽ വിനിമയം ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അത് ഏത് റേറ്റിനാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതാണ് അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ അമേരിക്കയും ചൈനയുമായിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരവരുടെ കറൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. സംശയമില്ലല്ലോ. അപ്പോൾ വിനിമയ നിരക്ക് 2 തരമുണ്ട്. ഒന്ന് നാമമാത്ര വിനിമയ നിരക്കുമുണ്ട്, അതുപോലെ യഥാർത്ഥ വിനിമയ നിരക്കുമുണ്ട്. എന്താണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നോക്കാം. ആഭ്യന്തര കറൻസിയുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വിദേശ കറൻസിയുടെ വിലയാണ് നമ്മൾ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ആഭ്യന്തര കറൻസിയുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വിദേശ കറൻസിയുടെ വില. ആഭ്യന്തര കറൻസി എന്താണ്? നമ്മൾ അതാത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ആഭ്യന്തര കറൻസിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വിദേശ കറൻസിയുടെ വിലയെയാണ് നമ്മൾ നോമിനൽ എക്സ്ചേഞ്ച് അഥവാ നാമമാത്രമായ വിനിമയ നിരക്ക് എന്ന് വിളിക്കുന്നത്. ഇനി യഥാർത്ഥ വിനിമയ നിരക്ക് എന്താണ്? ആഭ്യന്തര സാധനങ്ങളുടെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആഭ്യന്തര സാധനങ്ങളുടെ വില, അതായത് നമ്മുടെ ടെറിട്ടറിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള വിദേശ സാധനങ്ങളുടെ ആപേക്ഷിക വില. കറക്റ്റ് വിലയല്ല, ആപേക്ഷിക വിലയാണ്. വിദേശ സാധനങ്ങളുടെ ആപേക്ഷിക വിലയാണ് എന്തെന്ന് പറയുന്നത്? യഥാർത്ഥ വിനിമയ നിരക്ക് എന്ന് വിളിക്കുന്നത്. ആഭ്യന്തര സാധനങ്ങളുടെ വിലയുമായിട്ട്, അപ്പോൾ നമുക്ക് കറക്റ്റ് സാധനങ്ങളുടെ വില നമ്മുടെ രാജ്യത്തെ അറിയാമല്ലോ, അതുമായിട്ട് നമ്മൾ വിദേശ സാധനങ്ങളുടെ ആപേക്ഷിക വിലയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റേറ്റിനെയാണ് നമ്മൾ യഥാർത്ഥ വിനിമയ നിരക്ക് അഥവാ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര കറൻസിയും വിദേശ കറൻസിയും തമ്മിലുള്ള പണരൂപത്തിലുള്ള വിനിമയ നിരക്കാണ് നാമമാത്രമായ വിനിമയ നിരക്ക്. എന്നാൽ ആഭ്യന്തര സാധനങ്ങളുടെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വിദേശ സാധനങ്ങളുടെ ആപേക്ഷികമായിട്ടുള്ള വിലയെ നമ്മൾ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ യഥാർത്ഥ വിനിമയ നിരക്ക് എന്ന് വിളിക്കുന്നു. തെറ്റിപ്പോത്തില്ലല്ലോ. സാധനങ്ങൾ, യഥാർത്ഥം സാധനങ്ങൾ അഥവാ സമയം നമ്മുടെ വിദേശ കറൻസി ആഭ്യന്തര കറൻസിയും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ നാമമാത്രമായ വിനിമയ നിരക്കെന്ന് വിളിക്കുന്നു. അപ്പോൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ സാധനമാണെങ്കിൽ എന്ത്? യഥാർത്ഥം. ഇനി കറൻസികൾ തമ്മിലുള്ളതാണെങ്കിൽ അതാണ് നാമമാത്ര. ഓർത്തു വെക്കുമല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ പറയുന്നവയിൽ കേന്ദ്ര ബാങ്കിന്റെ ഇടപെടലില്ലാത്ത വിനിമയ നിരക്ക് സമ്പ്രദായം ഏതാണ്? കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ? അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിനകത്ത് നമ്മുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ കേന്ദ്ര ബാങ്കിന്റെ ഇടപെടലില്ലാത്ത വിനിമയ നിരക്ക് സമ്പ്രദായം ഏതാണ്? സ്ഥിര വിനിമയ നിരക്ക്, അയവുള്ള വിനിമയ നിരക്ക്, മാനേജ്ഡ് ഫ്ലോട്ടിങ്, ഇവയൊന്നുമല്ല. അപ്പോൾ ഓപ്ഷൻ ബി അയവുള്ള വിനിമയ നിരക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കാം. വിനിമയ നിരക്ക് നിർണയ സമ്പ്രദായങ്ങൾ 3 തരമുണ്ട്. വിനിമയ നിരക്ക് ഇതാണ്. എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങൾ 3 തരമുണ്ട്. ഒന്ന് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ അയവുള്ള വിനിമയ നിരക്ക്, സ്ഥിര വിനിമയ നിരക്ക് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്,
അതുപോലെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, പ്ലവന പരിപാലന വിനിമയ നിരക്ക്. അപ്പം 3 തരത്തിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയ സമ്പ്രദായമുണ്ട്. 1 ഫ്ലെക്സിബിൾ ആണ്, 2 ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, 3 മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇനി എന്താണ് ഓരോന്നും? വിദേശ നാണയത്തിലുള്ള ഡിമാൻഡ് സപ്ലൈ, എന്താണ് വിദേശ നാണയത്തിലുള്ള ഡിമാൻഡ് സപ്ലൈ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിനിമയ നിരക്ക് പ്രസ്താവിക്കുന്ന സമ്പ്രദായമാണ് അയവുള്ള വിനിമയ നിരക്ക് അഥവാ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. വിദേശ നാണയത്തിലുള്ള ഡിമാൻഡ്, വിദേശ നാണയത്തിനുള്ള ഡിമാൻഡ്, അതിൻ്റെ സപ്ലൈ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് പ്രസ്താവിക്കുന്നതിനെ നമ്മൾ അയവുള്ള വിനിമയ നിരക്ക് എന്ന് വിളിക്കും. ഈ അയവുള്ള വിനിമയ നിരക്കിൽ ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്ക് ഇടപെടാറില്ല. ഇനി അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ വിദേശ കറൻസിയുമായി ആഭ്യന്തര കറൻസി കൈമാറ്റം ചെയ്യുമ്പോൾ ആഭ്യന്തര കറൻസിയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ അഥവാ മൂല്യശോഷണം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് $1 $1 റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ 60 എന്നത് $1 ₹70 എന്ന രീതിയിൽ മാറിയാൽ ഇന്ത്യൻ കറൻസിക്ക് മൂല്യശോഷണം സംഭവിച്ചെന്ന് പറയാം. ഇതാണ് ഇപ്പോൾ $1 എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയിൽ 60, അതെന്ന് പറയുന്നത് $1 $70 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ $1 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 70-ൽ നിൽക്കുക, നമ്മുടെ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻസിക്കാണ് അവിടെ ഡിപ്രിസിയേഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ $1 എന്ന് പറയുന്നത് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക് 80 ആയത് ഓർമ്മയുണ്ടോ? അതായത് $1 80 രൂപയ്ക്കൊക്കെ ഈക്വലൻ്റ് ആയ സമയത്ത് നമുക്കാണ് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത്, മൂല്യശോഷണം ഉണ്ടാവുന്നത്. അപ്പം അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ വിദേശ കറൻസിയുമായി ആഭ്യന്തര കറൻസി കൈമാറ്റം ചെയ്യുമ്പോൾ ഈ ആഭ്യന്തര കറൻസിയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓർത്തിരുന്നാൽ മതി. അടുത്തത് വിദേശ കറൻസിയുമായി ആഭ്യന്തര കറൻസി കൈമാറ്റം ചെയ്യുമ്പോൾ ആഭ്യന്തര കറൻസിയുടെ മൂല്യത്തിലുണ്ടാകുന്ന വർധനയെ നമ്മൾ മൂല്യവർധന അഥവാ അപ്രിസിയേഷൻ എന്ന് പറയുന്നു. ഇനി വിദേശ കറൻസിയുമായി ആഭ്യന്തര കറൻസിയെ കൈമാറ്റം ചെയ്യുക എന്ന് വെച്ചോ, ആ സമയത്ത് ഈ ആഭ്യന്തര കറൻസിയുടെ മൂല്യത്തിൽ വർധന ഉണ്ടാവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നേരെ തിരിച്ച് $1 60 റുപ്പീസ് എന്നുള്ളത് മാറിയിട്ട് $1 എന്നുള്ളത് 50 രൂപയിലേക്ക് മാറിയാൽ എന്ത് പറ്റും? നമ്മുടെ മൂല്യം വർദ്ധിച്ചു എന്നാണ് അല്ലേ. $1 50 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിച്ചു. എന്നാൽ $1 70 80 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രൂപയുടെ ആ ഒരു ഡിപ്രിസിയേഷനാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കാം. അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായം ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. എന്താണ്? അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തിന് നമ്മൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തത് ക്രയശേഷി തുലനം, പർച്ചേസിംഗ് പവർ പാരിറ്റി സിദ്ധാന്തം അസ്ഥിര വിനിമയ നിരക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പർച്ചേസിംഗ് പവർ പാരിറ്റി സിദ്ധാന്തം +2-ൽ പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെഗ്ഡ് വിനിമയ നിരക്ക് എന്താണ്? പെഗ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സെക്ഷനാണ് പറയുന്നത്. പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് എന്താണ്? പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സ്ഥിര വിനിമയ നിരക്കിനെയാണ്. സ്ഥിര വിനിമയ നിരക്കാണ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്ക്, അത് ഏത് രാജ്യത്തിൻ്റെ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഇന്ത്യ എടുക്കുക. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ആണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അത്തരം വിനിമയ നിരക്കാണ് എന്ന് പറയുന്നത് സ്ഥിര വിനിമയ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വിനിമയ നിരക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഫുള്ളി തീരുമാനിക്കുന്ന കേന്ദ്ര ബാങ്ക് ആണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കും സ്ഥിര വിനിമയ നിരക്ക്. അപ്പോൾ സ്ഥിര വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ ഔദ്യോഗിക നടപടിയിലൂടെ ആഭ്യന്തര കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നത് ഡീവാലുവേഷൻ എന്നറിയപ്പെടുന്നു. എന്താണ്? ഒന്നുകൂടെ പറയാം. സ്ഥിര വിനിമയ നിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കാര്യം തന്നെ പറയാം. റിസർവ് ബാങ്ക് ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ റിസർവ് ബാങ്ക് തീരുമാനിക്കും എത്ര ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം, എത്ര രൂപയിൽ എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്ഥിര വിനിമയ നിരക്ക് എന്ന് വിളിക്കും. ഈ സ്ഥിര വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ ഔദ്യോഗിക നടപടിയിലൂടെ, അതായത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒഫീഷ്യലി ആഭ്യന്തര കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നതിനെ ഡീവാലുവേഷൻ, മനഃപൂർവ്വം കുറയ്ക്കത്തില്ല തീരുമാനം എടുത്ത്, അതിനെ ഡീവാലുവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ $1 60 രൂപ എന്നത് രൂപയുടെ മൂല്യം കുറയ്ക്കുന്നതോടുകൂടി എന്ത് പറ്റും? $1 70 ആയിട്ട് മാറുന്നു. ഇവിടെ മൂല്യം കുറയുകയല്ല, മറ്റൊന്നെന്താണ്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം കുറയ്ക്കുക.
മനസ്സിലാവുന്നുണ്ടോ? മനഃപൂർവ്വം രൂപയുടെ മൂല്യം കുറയ്ക്കുക തീരുമാനം എടുത്തിട്ട് റിസർവ് ബാങ്ക്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താ? ഡീവാലുവേഷൻ അഥവാ ഈ സ്ഥിര വിനിമയ നിരക്കിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്താണ്? ആഭ്യന്തര കറൻസിയുടെ മൂല്യം ഇതുപോലെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനെ നമ്മൾ റീവാലുവേഷൻ എന്ന് വിളിക്കും. അതായത് ഒരു $60 60 രൂപയാവുന്ന സമയത്ത് നമ്മുടെ റിസർവ് ബാങ്ക് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഒരു $50 50 എന്നുള്ള ഒരു വിനിമയ നിരക്കിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റും. അവിടെയാണ് ചെയ്യുന്നത് എന്ത്? റീവാലുവേഷൻ ചെയ്യും അല്ലേ? അവിടെ മൂല്യം വർദ്ധിക്കുകയല്ല, മറിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് ഓർക്കുക. മറ്റേത് റിസർവ് ബാങ്കിൻ്റെ കയ്യിലല്ല, എന്നാൽ ഇതായമുള്ളതിനകത്ത് റിസർവ് ബാങ്ക് അല്ല തീരുമാനിക്കുന്നത്, അറിയാതെ തന്നെ കുറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറിയാതെ കുറഞ്ഞാണ് 80 എന്നുള്ളത്. എന്നാൽ ചില സമയത്ത് എന്താ സംഭവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെ ഒഫീഷ്യലി നമ്മുടെ ഒരു പർപ്പസ്ഫുള്ളി വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ്, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. റിവാലുവേഷനും ഡീവാലുവേഷനും ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത ഡേർട്ടി ഫ്ലോട്ടിംഗ്. എന്താണ് ഡേർട്ടി ഫ്ലോട്ടിംഗ് എന്നറിയപ്പെടുന്ന വിനിമയ നിരക്ക് സമ്പ്രദായം എന്താണ്? ഡേർട്ടി ഫ്ലോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജഡ് ഫ്ലോട്ടിംഗ് എന്നാണ് പേര്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഫ്ലോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്ത് മാനേജഡ് ഫ്ലോട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ മറ്റൊരു പേരാണ് ഡേർട്ടി ഫ്ലോട്ടിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയവുള്ള വിനിമയ നിരക്ക് നിർണ്ണയത്തിൻ്റെ സ്ഥിര വിനിമയ നിരക്ക് നിർണ്ണയത്തിൻ്റെ മിശ്രിത രൂപം. അയവുള്ള വിനിമയ നിരക്കും അല്ലെങ്കിൽ സ്ഥിര വിനിമയ നിരക്കും കൂടെ കമ്പൈൻ ചെയ്തെടുക്കുന്നതാണ് മിക്സഡ് മാനേജഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. വിപണിയും കേന്ദ്ര ബാങ്കും ചേർന്നാണ് വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ വിപണി മാത്രമാണെന്നുണ്ടെങ്കിൽ അയവുള്ളതായി, കേന്ദ്ര ബാങ്ക് ആണെങ്കിൽ അതെന്തായി? സ്ഥിര വിനിമയ നിരക്കായി. ഇവ രണ്ടും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുന്നതാണ് എന്താ? വിനിമയ നിരക്ക്. എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് അഥവാ ഡേർട്ടി ഫ്ലോട്ടിംഗ് എന്ന് അറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5, ലോകബാങ്കിനൊപ്പം ബ്രെട്ടൺ വുഡ്സ് ഇരട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി അന്താരാഷ്ട്ര നാണയനിധി, IMF ആണ് അല്ലേ. ലോകബാങ്കിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്നതാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ. ലോകബാങ്കിനോട് കൂടെ തന്നെയാണ് നമ്മൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF എന്ന് വിളിക്കുന്നത്. അപ്പം ബ്രെട്ടൺ വുഡ്സ് സമ്മേളനം നടന്ന വർഷം 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനം രൂപം നൽകിയ 2 സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നു? അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കും അല്ലേ. യുണൈറ്റഡ് നേഷന്റെ കാര്യം നമ്മൾ ഇന്നലെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്രെട്ടൺ വുഡ്സ് സമ്മേളനം രൂപം നൽകിയ 2 സ്ഥാപനങ്ങളാണ് അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കും. ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിന് ശേഷം സ്ഥിര വിനിമയ നിരക്ക് നിലവിൽ വരുന്നു. സ്ഥിര വിനിമയ നിരക്ക് എന്താണ്? അതാത് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് വിനിമയ നിരക്ക് തീരുമാനിക്കുന്നു. അപ്പോൾ ബ്രെട്ടൺ വുഡ്സ് സമ്മേളനം 1944 നടന്നു. അതിനുശേഷമാണ് എന്ത് വരുന്നത്? ഈ സ്ഥിര വിനിമയ നിരക്ക് നിലവിൽ വരുന്നത്. 1967 IMF സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, എന്താണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന പേരിൽ പുതിയ കറൻസി നടപ്പിലാക്കുന്നു. കടലാസ് സ്വർണം കേട്ടിട്ടുണ്ടോ? പേപ്പർ ഗോൾഡ്, നമ്മൾ അസറ്റ് വാങ്ങിച്ചു വെക്കില്ലേ, അപ്പം പേപ്പർ ഗോൾഡ് എന്നറിയപ്പെടുന്നത് കടലാസ് സ്വർണം എന്നറിയപ്പെട്ടിരുന്ന സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിനെയാണ്. അപ്പോൾ 1967 IMF സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് കൊണ്ടുവന്നു. അതെന്താണ്? പുതിയൊരു കറൻസി ആയിരുന്നു, പേപ്പർ ഗോൾഡ് എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. 1970 ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് സമ്പ്രദായം. എന്താ ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് കൊണ്ടുവന്നത് 70-ലും സ്ഥിരമായിട്ടുള്ളത് കൊണ്ടുവന്നത് എന്നാണ്? സ്ഥിരമായിട്ടുള്ള ഒരു വിനിമയ നിരക്ക് ഈ ഒരു സമ്മേളനത്തിന് ശേഷം 44 ശേഷം കൊണ്ടുവരുന്നു. ഇനി 1999 യൂറോപ്യൻ യൂണിയനിലെ പൊതു കറൻസിയായ യൂറോ നിലവിൽ വരുന്നു. യൂറോപ്യൻ യൂണിയനിലെ പൊതു കറൻസിയാണ് യൂറോ. അപ്പോൾ 1999 യൂറോപ്യൻ യൂണിയനിലെ പൊതു കറൻസിയായ യൂറോ നിലവിൽ വന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ യൂറോസൺ എന്നറിയപ്പെടുന്നതാണ് യൂറോപ്യൻ യൂണിയനിലെ EU എന്നറിയപ്പെടുന്ന യൂറോപ്യൻ യൂണിയനിലെ യൂറോസൺ എന്നറിയപ്പെടുന്ന 19 രാജ്യങ്ങളുടെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ എന്നറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയനിലെ നിലവിലെ അംഗരാജ്യങ്ങൾ 27 ആണ്. ഓർത്ത് വെച്ചേക്കുമല്ലോ. അപ്പോൾ ബ്രെട്ടൺ വുഡ്സിൻ്റെ ഇരട്ട എന്നറിയപ്പെടുന്നത് ഒന്ന് ലോകബാങ്കും ഒന്ന് IMF-ഉം ആണ്. അടുത്ത നോക്കാം, ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇന്ത്യ സ്വീകരിച്ച വർഷം എന്നാണ്? ഓപ്ഷൻ ഡി ആണ്. 1992 ലേംസ് എന്ന് പറയുന്നത്, അതായത് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇന്ത്യ സ്വീകരിച്ചത്. ഇനി നോക്കാം, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇരട്ട വിനിമയ നിരക്ക് പദ്ധതിയാണ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇരട്ട വിനിമയ നിരക്ക് പദ്ധതി. അപ്പം ലേം സമ്പ്രദായത്തിൽ സ്ഥിര വിനിമയ നിരക്കും കമ്പോള വിനിമയ നിരക്കും നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. എന്താണ് സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് തീരുമാനിക്കുന്ന വിനിമയം.
കമ്പോള വിനിമയ നിരക്ക് എന്താണ്? അയഞ്ഞ രീതിയിലുള്ളത്. അപ്പോൾ ലേംസ് പ്രകാരം കയറ്റുമതിക്കാർ കയറ്റുമതി വരുമാനത്തിന് 40%, കയറ്റുമതി അറിയാലോ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മറ്റു രാജ്യത്തേക്ക് അയക്കുക അല്ലേ. അപ്പോൾ ലേംസ് പ്രകാരം കയറ്റുമതിക്കാർ കയറ്റുമതി വരുമാനത്തിന്റെ 40% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന വിനിമയ നിരക്കിൽ RBIക്ക് കൈമാറണം. എന്താണ്? റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ആ എക്സ്ചേഞ്ച് റേറ്റിന്റെ 40% ആര് കൊടുക്കണം? ഈ കയറ്റുമതി അയക്കുന്നവരെ കൊടുക്കണം. ബാക്കി 60% കമ്പോളം നിശ്ചയിക്കുന്ന വിനിമയ നിരക്കായിരിക്കും. അപ്പോൾ 40% RBIക്ക് കൊടുക്കണം, 60% മാർക്കറ്റ് നിശ്ചയിക്കുന്ന വിനിമയ നിരക്കിലായിരിക്കും ഈ ഒരു നമ്മുടെ കയറ്റുമതി നടത്തുന്നത്. അതാണ് ഈ ലേം സമ്പ്രദായം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ താഴെ തന്നിരിക്കുന്ന, കാണാൻ പറ്റുന്നുണ്ടോ? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നമുക്കറിയാം, നമുക്ക് എന്താണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. എല്ലാ ഉൽപാദനോപാധികളും സ്വകാര്യ മുതലാളികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സംവിധാനത്തിന് നമ്മൾ മുതലാളിത്തം, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് വിളിക്കും. ലേസസ് ഫെയർ പോളിസി എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാതാക്കുന്ന നയത്തിനെയാണ് നമ്മൾ ലേസസ് ഫെയർ പോളിസി എന്ന് വിളിക്കുന്നത്. സ്വകാര്യ സ്വത്ത്, ഉപഭോക്താവിന്റെ പരമാധികാരം, വില സംവിധാനം എന്നിവയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് എക്കണോമി എന്നറിയപ്പെടുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. എല്ലാ ഉൽപാദന ഉപാധികളിലും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണെങ്കിൽ അത് സോഷ്യലിസ്റ്റായി അല്ലേ. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കേന്ദ്ര ആസൂത്രണ സമിതി നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കമാൻഡ് സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആരുടെ കയ്യിലാണെങ്കിൽ? സ്വകാര്യ ഉടമസ്ഥതയിലാണെങ്കിൽ മുതലാളിത്തം, ഗവൺമെന്റ് എല്ലാം തീരുമാനിക്കുകയാണെങ്കിൽ അത് സോഷ്യലിസ്റ്റ്. അതിന്റെ മറ്റൊരു പേരാണ് കമാൻഡ് സമ്പദ് വ്യവസ്ഥ. ആസൂത്രണം, ജനക്ഷേമം എന്നിവയാണ് ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്വഭാവം അല്ലേ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥ നിലവിൽ വന്നത് ആണല്ലോ. സ്വകാര്യ മേഖല ലാഭം മുൻനിർത്തിയും പൊതുമേഖലയിലെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുമായിട്ട് പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥ. ജവഹർലാൽ നെഹ്റു അഡോപ്റ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 8. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? JN കെയ്ൻസ് ആണ്. തുടങ്ങിയ കാര്യത്തിൽ ഓർമ്മയുണ്ടല്ലോ, JN കെയ്ൻസ് ആണ് സ്ഥൂല സാമ്പത്തിക മാക്രോ എക്കണോമിക്സിന്റെ പിതാവ്. +2 ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കെയ്ൻസിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ചോദിക്കാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വേണമെങ്കിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന 1776 അദ്ദേഹം രചിച്ച ഗ്രന്ഥം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, നമ്മൾ പഠിച്ചത്. അപ്പം ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആദം സ്മിത്ത് ആണ്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ 1936 ഈ ഒരു ഗ്രന്ഥത്തോട് കൂടിയിട്ടാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു മേഖല എക്കണോമിക്സിനകത്ത് വരാൻ തുടങ്ങിയത്. ഡിമാൻഡ് അതിന്റെ സപ്ലൈയെ സൃഷ്ടിക്കുന്നു, ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ എന്ന വാദത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? റാഗ്നർ ഫ്രിഷ് ആണ്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയെ പറ്റിയിട്ട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആയിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളെ ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് എക്കണോമിക്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.